ശ്രീ പ്രശാന്ത്, ഇക്കൊല്ലത്തെ ശബരിമല തീർത്ഥാടന കാലം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. മകരവിളക്ക് കഴിഞ്ഞു. ഇനിയൊരു 5 ദിവസം കൂടി അതിൻ്റെ മകരവിളക്ക് ഉത്സവമുണ്ട്. അവിടെ പല പ്രധാനപ്പെട്ട ചടങ്ങുകളുമുണ്ട് എന്ന് വിചാരിച്ച് ഭക്തജന പ്രവാഹം കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഈ തവണത്തെ ശബരിമല തീർത്ഥാടന കാലം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിഗംഭീരമായിട്ട് തന്നെ യാതൊരു പരാതിയോ പരിഭവമോ ഇല്ലാതെ സുഗമമായി നടന്നു. വന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ സുഗമമായ ദർശനവും കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനുവേണ്ടി പ്രവർത്തിച്ചതൊരു വലിയ ഒരു പോലീസ് വിഭാഗം, അതുപോലെ മറ്റു പല വകുപ്പുകളുമാണല്ലോ. താങ്കൾ ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന ആളാണ്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുമ്പിലൂടെയാണ് ഈ ഭക്തജന പ്രവാഹം ഇങ്ങനെ പോവുകയോ വരികയോ ഒക്കെ ചെയ്യുന്നത്. നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളല്ലേ? എന്നെക്കാട്ടി കൂടുതൽ ശബരിമലയായിട്ട് അടുപ്പമുള്ള സാറിന്. അതുപോലെ സാറാണ് ശബരിമലയ്ക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ അടുപ്പത്തിൽ കിടക്കുന്ന ആളും സ്വാമിയുമായിട്ടും കൂടുതൽ അടുപ്പമുള്ള ആളും, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ശബരിമലയുടെ ഈ നമ്മുടെ ഇതിൻ്റെ വിളക്കിൻ്റെ അന്ന് കമൻട്രി പറയുന്ന സാറേ എത്രയോ കാലം കൊണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ആ കാര്യത്തെപ്പറ്റി വളരെ യോഗ്യമായിട്ട് പറയാനും ദീർഘമായിട്ട് പറയാനും പറ്റുന്ന സാറിനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് പല മേഖലയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കൂടിച്ചേരലുകൾ ഒരു പ്രധാന വിഷയമാണ്. അതിനകത്ത് ആ കൂടിച്ചേരൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അതിനോടുള്ള താല്പര്യം, ആ പണിയോടുള്ള താല്പര്യം, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയോടൊരു ആത്മാർത്ഥം കാണിക്കുമ്പോൾ ആ പ്രവൃത്തി വിജയിക്കും. അതിനകത്ത് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവർ കൂടുതൽ പ്രാപ്തരാണെങ്കിൽ അത് വലിയ വിജയത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ഈ നമ്മുടെ എഡിറ്റർ ഉണ്ടല്ലോ, നമ്മുടെ നന്ദുവിൻ്റെ ചോദിച്ചു, ശബരിമല പോയിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായി ശബരിമല. എൻ്റെ പൊന്ന് ചേട്ടാ, ഈ പ്രാവശ്യത്തെ ശബരിമലയിലെ അടുക്കും ചിട്ടയും പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഇത്രയും തിരക്കുണ്ടായിട്ടും ഒന്നും ഫീൽ ചെയ്തില്ല. വളരെ സമാധാനപരമായിട്ട് വളരെ വൃത്തിയായിട്ട് തൊഴാൻ പറ്റി. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവർക്ക് പ്രശാന്ത്, ഞാനും പലരോട് അന്വേഷിച്ചു. ഒരു തവണ ഞാൻ പോവുകയൊക്കെ ചെയ്തു. വളരെ എല്ലാവരും പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങൾ. കാര്യമുണ്ട് നമ്മൾ അതിനകത്ത്. സാർ ഒരു പ്രവൃത്തി ചെയ്ത് വിജയിപ്പിച്ചാൽ ഒരു സാറും ഉണ്ടാതിരിക്കുമായിരിക്കും, എന്നാലും നമ്മളത് കാണുമ്പോൾ അത് പറയാതിരിക്കരുത്. കാണുമ്പോൾ പറയാതിരിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രചോദനവും അവരത് ചെയ്തത് കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് സന്തോഷവും, അത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷവും. ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥരുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വിജയൻ സാറാണ്. ഇപ്പം പി വിജയൻ എന്ന് പറയുന്നത് ഇപ്പോഴല്ല, വളരെ കാലം മുമ്പേ അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, പുണ്യം പൂങ്കാവൻ. സാറേ, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഒരു പരിസര ശുദ്ധീകരണം, ഇതിന് ആൾക്കാരെ യോജിപ്പിക്കുന്നതിന്, അത് പോലീസിനെ മറ്റു യോജിപ്പിക്കുന്നത്. അതുപോലെ ഈ മനോജ് എബ്രഹാം ഇതിനകത്ത് ഒരു വലിയ പങ്ക്. ഈ പുണ്യം പൂങ്കാവനത്തെ, അതുപോലെ തന്നെ ശ്രീജിത്ത് പറയാതിരിക്കാം, 3 പേര്. പുണ്യം പൂങ്കാവനത്തെ പറ്റി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരെയും അതിനകത്ത് പങ്കാളികളാക്കുകയാണ്. പിന്നീട് മനോജ് എബ്രഹാം അല്ലേ, മനോജ് എബ്രഹാം. അതുപോലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് പോലീസിന്റെ നല്ലൊരു ഓഫീസർ, വലിയ ഭക്തൻ കൂടിയാണ്. ഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ശബരിമലയിൽ അങ്ങ് ലയിച്ചങ്ങ് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ആ പ്രവർത്തനത്തിനകത്ത് ലയിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥൻ അപ്പുറം ശ്രീജിത്ത് സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ടും മനോജ് എബ്രഹാം ഇവിടെ ഇരുന്നുകൊണ്ടും കാര്യങ്ങൾ മുഴുവൻ, അതായത് ഈ തീർത്ഥാടന കാലം വൃശ്ചികം 1 മുതൽ ഇങ്ങോട്ട് അവർ മുഴുവൻ സമയവും ശബരിമലയുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സർക്കാർ നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങി. കാരണം കഴിഞ്ഞ വർഷത്തെ അനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കുറി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ സുഗമമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നത് ആന്ധ്ര, അതുപോലെ തമിഴ്നാട്, കർണാടക, അവിടുത്തെ ദേവസ്വം മന്ത്രിമാരും ഒക്കെയായിട്ട് കൂടിയാലോചനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. പല സമയത്തും അവലോകന യോഗങ്ങളും ഒക്കെ നടത്തിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ക്യൂ പെട്ടെന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കാര്യങ്ങൾ സുഗമമായിട്ട് പോകേണ്ടത്? 18-ാം പടി. കാരണം നമുക്കറിയാം 18-ാം പടി ഇത് വളരെ കുത്തനെ കിടക്കുകയാണ്. 1 മിനിറ്റിൽ ഇത്തവണ ഏതാണ്ടൊരു 80-85, ചില സമയങ്ങളിൽ 90 കടന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കണം, ഈ തീർത്ഥാടന കാലത്ത് രാത്രി 11 മണിക്കാണ് നട അടച്ചത്. പിന്നെ പുലർച്ചെ 3 മണിക്ക് തുറന്നു.
തുറക്കും. അയ്യപ്പൻ ഉറങ്ങിയത് 4 മണിക്കൂർ മാത്രമാണ്, കഷ്ടി അല്ലേ? അപ്പോൾ ബാക്കി സമയം മുഴുവൻ. അപ്പോൾ ഇവിടെ ഈ പോലീസ് സേന, ഈ ശബരിമലയിൽ പോലീസ് സേന എന്നല്ല പറയുന്നത് കേട്ടോ, പോലീസ് അയ്യപ്പന്മാരെന്നാണ്. അവിടെ എല്ലാവരും അത് തന്നെയാണ് കേട്ടോ. അയ്യപ്പനാണ്, ഞാനും അയ്യപ്പനാണ്, നീ എന്തിനാണോ തേടി വരുന്നത് അത് ഇവിടെ കാണാം, അത് നീ ആകുന്നു. തത്വമസി എന്നുള്ള തത്വം അത് ഉദ്യോഗസ്ഥന്മാരായാലും ഭക്തജനങ്ങളുടെ യാതൊരു രീതിയിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കാതെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ കണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല അവലോകന യോഗങ്ങൾ എന്നുമുണ്ടല്ലോ. കാരണം ഈ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഈ അവലോകന യോഗങ്ങൾ നമ്മളതിൻ്റെ ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആ അവലോകന യോഗത്തിന് ശേഷം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അത് അവരുടെ ഒരു രീതിയിൽ അത് ഏറ്റവും പ്രാപ്തമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ഐഡിയയും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഈ പി വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പോൾ മാത്രമല്ല വളരെ ദീർഘമായിട്ടുള്ള ശബരിമലയിൽ അല്ലെങ്കിൽ ശുദ്ധീകരണം, അത് പുള്ളി തന്നെ പല ഘട്ടങ്ങളിലും അവിടെ വൃത്തിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ശുദ്ധീകരണം, അതുപോലെ പ്ലാസ്റ്റിക് രഹിതം, അതുപോലെ ഈ സാറ് പറയുന്ന പോലെ ആ ഭക്തജനങ്ങൾക്ക് കൃത്യമായിട്ട് ക്യൂവിൽ തിരക്കില്ലാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഈ ദാഹജലവും മറ്റ് സംവിധാനങ്ങളും അല്ലെങ്കിൽ അവരുടെ വഴിപാടുകൾ ഒരുക്കുന്നതിനും അവർക്കതിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഈ രീതിയിലെല്ലാം ഇത് ക്രമീകരിക്കുന്നതിന് ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ പ്ലാനിനപ്പുറം അതിനേക്കാട്ടിൽ കൂടുതൽ വിജയത്തിലെത്തിക്കുന്നതിന് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിനോടനുബന്ധിച്ച് എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നതിനകത്തുള്ള കഴിവ്, ആ നേതൃപാടവം ഈ 3 വിജയൻ സാറിൻ്റെയും അല്ലെങ്കിൽ മനോജ് എബ്രഹാമിൻ്റെയും ശ്രീജിത്തിൻ്റെയും ഒക്കെ നമ്മൾക്ക് പ്രശംസനീയം തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശബരിമല എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. അതൊരു കാനന ക്ഷേത്രമാണ്. നിത്യപൂജയില്ല. തീർത്ഥാടന കാലം വൃശ്ചികം 1 മുതൽ ഒരു 66 ദിവസം, പിന്നീട് ഓണം, വിഷു തുടങ്ങിയ അവസരങ്ങളിൽ 10 ദിവസം, പിന്നീട് മീനമാസത്തിൽ 10 ദിവസം ഉത്സവം. ഇതുകൂടാതെ എല്ലാ മലയാള മാസവും 5 ദിവസമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷത്തിൽ ഏതാണ്ടൊരു 125-130 ദിവസം മാത്രം തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം ഈ മല കയറിയാണ് വരുന്നത്. നമ്മൾ ആലോചിക്കണം, കാനനപാതയിലൂടെ വരുന്നവരുണ്ട്, പുൽമേട് വഴി വരുന്നവരുണ്ട്, പിന്നെ ചാലക്കയം പമ്പ വഴി വരുന്നവരുണ്ട്. അവർ ഈ മല കയറി വരുമ്പോൾ അവർക്ക് വേണ്ട തരത്തിൽ ഈ പല ഇടത്താവളങ്ങൾ കൊടുത്തു. അതായത് ഈ തിരക്ക് കൂടുന്നതനുസരിച്ച് സന്നിധാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് ലാഹയിൽ നിന്ന് കടത്തിവിടുന്ന അനുസരിച്ച്, കാരണം പിന്നീട് നിലയ്ക്കലിൽ നിന്ന് അങ്ങോട്ട് കടത്തിവിടുക, പിന്നീട് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്ക്, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റി, ഈ ഭക്തരെ ഏറെ നിർത്തി വലപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായില്ല. ക്യൂവിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ ചൂടുവെള്ളം, ബിസ്ക്കറ്റ് ഇതൊക്കെ നന്നായി വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാനന ക്ഷേത്രമാണ്. ഇപ്പോൾ പലരും പറയും, തിരുപ്പതി മാതൃകയിൽ എന്താ നിങ്ങൾക്ക് ഇവിടെ, തിരുപ്പതി മാതൃക ഒരിക്കലും ശബരിമലയിൽ നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കാടിന് നടുക്കാണ്, വളരെ പരിമിതമായ അതിൻ്റെ ശബരിമലയുടെ സ്ഥലം അതിനനുസരിച്ച് കുറവാണല്ലോ. ഈ വനം വകുപ്പിനെയൊന്നും ഭൂമിയൊന്നും വിട്ടുകൊടുക്കത്തില്ല. ഇനിയിപ്പോൾ നോക്കിക്കോ, അടുത്ത വർഷം ഈ വർഷത്തെ മാതൃക പിന്തുടർന്നുകൊണ്ട് വിപുലമായ സൗകര്യങ്ങളായിരിക്കും ഇനി ഒരുക്കാൻ പോകുന്നത്. കാനനത്തിന് യാതൊരു കോട്ടവും വരാത്ത തരത്തിലായിരിക്കും. ഈ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസ് അയ്യപ്പന്മാരുണ്ട് കേട്ടോ, അവരുടെ ഒരു കഴിവാണ് ഈ ക്യൂ നീണ്ടുപോകുന്നതും അല്ലെങ്കിൽ എളുപ്പമാകുന്നതും. അവർ വിചാരിച്ച് അനുസരിച്ചാണ്. കാരണം ഈ കയറി വരുന്നവർ 1-ാമത്തെ പടി അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ 18-ാം പടിയിൽ മുകളിലായിരിക്കും നിൽക്കുന്നത്. ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ വലിയ ശരീരത്തോടു കൂടിയവരുണ്ട്. അവരെയൊക്കെ ഈ പോലീസ് അയ്യപ്പന്മാർ പിടിച്ചങ്ങ് ഉയർത്തിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിൽക്കുന്നവർ അങ്ങനെ തുടർച്ചയായിട്ട് കൂടുതൽ സമയം നിർത്തത്തില്ല, കാരണം അവർ പെട്ടെന്ന് ക്ഷീണിതരാകും. അപ്പോൾ ഇവർ നല്ല പരിശീലനം കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ തുടക്ക സമയത്ത് കണ്ടതാണ്, ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പം പടിയിൽ കയറിയിരുന്ന് അവരൊരു ഫോട്ടോ സെഷൻ നടത്തി എന്ന് പറഞ്ഞു. അവരൊരിക്കലും അതിനെ അവഹേളിച്ചതൊന്നുമല്ല.
അവര് വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തതിന്റെ അല്ല അവർക്ക് അതുകൊണ്ടൊരു തൃപ്തി ആ, ഭഗവാന്റെ അവിടെ ഞാൻ ജോലി ചെയ്തു അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ഫോട്ടോ എടുക്കാൻ ഇതിനെല്ലാം വ്യാഖ്യാനിക്കാൻ ഇപ്പം നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നന്മ അല്ലെങ്കിൽ അത് അവിടെ ചെന്ന ഭക്തജനങ്ങൾക്ക് കിട്ടിയ ഒരു അല്ലെങ്കിൽ ആ സുഭിക്ഷത അതിനെപ്പറ്റി ചർച്ച ചെയ്യാനില്ലേ. ഇതുപോലെ തന്നെ ഇത് എന്തെങ്കിലും അതിനകത്ത് മോശമുണ്ടോ എന്ന് മാത്രം കണ്ടെത്തി ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോ സെക്ഷൻ എന്ന് പറയുന്നത് സാറി പറഞ്ഞതുപോലെ വിവിധ മേഖലയിൽ കൂടി കടന്നു വരുന്ന ഭക്തജനങ്ങൾ, വിവിധ സ്വഭാവമുള്ളവർ, വിവിധ ഭാഷ അറിയാവുന്നവർ, വിവിധ രീതിയിൽ പ്രതികരിക്കുന്നവർ, വിവിധ രീതിയിൽ ഇപ്പം ശുദ്ധിയുടെയും വൃത്തിയുടെയും കാര്യത്തിൽ പറയുന്നത് ഇപ്പം ഇവരെയെല്ലാം ഇങ്ങനെയാവണം, ഈ രീതിയിലാവണം, പ്ലാസ്റ്റിക് ഇവിടരുത്, മാലിന്യം ഇടരുത്, കാട്ടിലൊന്നും നിക്ഷേപിക്കരുത്, ജന്തുക്കൾക്ക് മോശമാവും, ഈ രീതിയിൽ പമ്പ മൊത്തവും ശുദ്ധീകരിക്കാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പേരുണ്ടായാലും അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനകത്തൊരു പ്ലാനിങ്ങും ആ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കൃത്യമായി ഡെഡിക്കേറ്റ് ആണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുമ്പോഴുമാണ് ആ പ്രവൃത്തി പൂർണ്ണ വിജയത്തിലെത്തുന്നത്. ഏതായാലും ഈ പ്രാവശ്യത്തെ തീർത്ഥാടനം എല്ലാ ഭക്തർക്കും പൂർണ്ണ തൃപ്തിയോടുകൂടി അല്ലെങ്കിൽ ശബരിമലയെ പൂർണ്ണ വൃത്തിയോടും ശുദ്ധയോടും ഏറ്റവും പരിശുദ്ധിയോടും കൂടി കൊണ്ടുപോകുന്നതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ പ്രശംസനീയമാണ്. അതിനകത്ത് വിജയൻ സാറിൻ്റെ ദീർഘകാലത്തെ ഒരു ഇടപെടലുണ്ട്. അതൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ടല്ല, ഈ കൊല്ലം ഒരു ഏകീകരണത്തിന് മനോജ് എബ്രഹാം അതുപോലെ ശ്രീജിത്ത് സന്നിധാനത്ത് തിരുമുറ്റത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മകരവിളക്ക് കഴിഞ്ഞിട്ട് 7 മണിയോടുകൂടി ഒരു ഇറക്കമുണ്ട് കേട്ടോ. ആ ഇറക്കം അത് വളരെ പോലീസ് സേന വളരെ കരുതലോടുകൂടി, കാരണം ഈ മകരജ്യോതി ദർശിക്കാവുന്ന നിരവധി പോയിന്റുകളുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് തിരുമുറ്റം, പാണ്ടിത്താവളം, പിന്നെ പുൽമേട്, ഹിൽ ടോപ്പ്, പിന്നെ ചാലക്കയം, അട്ടത്തോട് 9 ഇടങ്ങളിൽ നിന്നാൽ സുഗമമായിട്ട് വളരെ സുതാര്യമായിട്ട് തന്നെ മകരവിളക്ക് ദർശിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഭക്തരുടെ ഇറക്കം അത് വളരെ കരുതലോടുകൂടിയാണ് പോലീസ് സേന അത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. ഓരോ ഇടങ്ങളിൽ നിന്നും പാണ്ടിത്താവളത്തിൽ നിന്ന് ഒരു ഇറക്കമായിരിക്കും, അവിടെയൊക്കെ നല്ല നിയന്ത്രണം പാലിച്ചു. അതിനനുസരിച്ച് പമ്പയിൽ KSRTCയും വിപുലമായിരുന്നു. മകരവിളക്കിന് മാത്രം 5000 പോലീസുകാരെ സന്നിധാനത്തും പരിസരങ്ങളിലുമായിട്ട് വിന്യസിച്ചിരുന്നു എന്നുള്ളതാണ് ഞാനീ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ അധികാരം ഉപയോഗിച്ച് അവരാഗ്രഹിക്കുന്ന പോലെ അതിനെ നിയന്ത്രിക്കാൻ കഴിയും. അതാണ് പോലീസിൻ്റെ കഴിവ്. അപ്പം നമ്മളീ പറഞ്ഞത് ഈ ഏർപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ്, അവരുടെ ഒരു പ്ലാനിങ് അത് വളരെ വലുതായിരുന്നു. അതിനവർ പ്രശംസനീയമാണ്. അവർക്ക് അവിടെ അയ്യപ്പൻ്റെ മാത്രമല്ല അവിടെ ചെന്ന ഓരോ ഭക്തജനങ്ങളുടെയും കൃത്യമായ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവും. ഇനിയും ഏറെ വലിപ്പത്തിൽ നാളെ ഇതിനുമപ്പുറം ശബരിമല സന്നിധാനം ഇതേ രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഇവർക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം ഏൽക്കുന്ന ആൾക്കാർക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.